വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 5, 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവും. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ജീവിതത്തിൽ ഉപ്പും വെളിച്ചവുമാകുന്നതിലൂടെയുള്ള ദൈവാരാധന. യേശു തന്റെ അനുയായികളെ 2 സങ്കേതങ്ങളോട് സാദൃശ്യപ്പെടുത്തുന്നതായിട്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. അതിലൊന്ന് ഉപ്പ്, മറ്റൊന്ന് വെളിച്ചം. ഉപ്പിനെ പറ്റി ഒരു വിശേഷണം യേശു കൊടുക്കുന്നു, ഭൂമിയുടെ ഉപ്പ്. വെളിച്ചത്തിന് യേശു കൊടുക്കുന്ന വിശേഷണം ലോകത്തിന്റെ വെളിച്ചം. ഭൂമിയുടെ ഉപ്പ് എന്ന് പറയാൻ കാരണം ഭൂമിയുടേതായിട്ടുള്ള ഒരു വിഭവം ആയതുകൊണ്ടായിരിക്കാം ഭൂമിയുടെ ഉപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. എന്നാൽ വെളിച്ചത്തെ ഭൂമിയുടെ വെളിച്ചം എന്നല്ല യേശു വിശേഷിപ്പിച്ചത്, ലോകത്തിന്റെ വെളിച്ചം, പ്രകാശം. ഭൂമിയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രതിഭാസം അല്ലാത്തതുകൊണ്ട്, അത് ലോകത്തെയും ഈ പ്രപഞ്ചത്തിന്റെയും മുഴുവനും വിഭവമായതുകൊണ്ട് കൂടിയായിരിക്കാം അങ്ങനെ യേശു ഒരു വിശേഷണം വെളിച്ചത്തിന് കൊടുക്കാനിട വന്നത്. ഈ 2 വസ്തുതകൾ കൊണ്ടും യേശു തന്റെ അനുയായികള് ഉപ്പായിട്ട് തീരണം, വെളിച്ചമായിട്ട് തീരണം എന്ന് പറയുമ്പോ, ഉപ്പ് ഭൂമിയിലുള്ള മനുഷ്യർക്ക് എങ്ങനെ പ്രയോജനീഭവിക്കുന്നുവോ അതുപോലെ നിങ്ങൾ മനുഷ്യർക്ക് പ്രയോജനീഭവിക്കാൻ ഇടവരണം എന്നുള്ളതാണ് യേശുവിന്റെ ചിന്ത. ഉപ്പിനെ സംബന്ധിച്ചിടത്തോളം പാകത്തിന് ഉള്ള അതിന്റെ സാന്നിധ്യമാണ് വസ്തുക്കൾക്ക് രുചി പ്രദാനം ചെയ്യാൻ സാധിക്കുക. പാകം തെറ്റിയാൽ അരുചിയായി. നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലും മിതമായിട്ടുള്ള രീതിയിൽ വ്യക്തികൾക്ക് രുചി, മതിപ്പ്, തൃപ്തി, സമാധാനം ജീവിതത്തിൽ നൽകാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം യേശു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് പാകത്തിന് ഉള്ള ഒരു പ്രവർത്തനം, പക്വതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമാകുമ്പോഴേ ആ രുചി പ്രദമായിട്ട് അത് തീരുള്ളൂ. അതുപോലെ തന്നെ ഉപ്പിന്റെ മറ്റൊരു ധർമ്മമാണല്ലോ സംരക്ഷക ധർമ്മം, പ്രിസർവേറ്റീവ്. സമൂഹത്തിലെ ഏതെങ്കിലും തരത്തിൽ വേദന അനുഭവിക്കുന്നവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, പാവപ്പെട്ടവരെ, അവരെ സംരക്ഷിക്കുക, അവർക്ക് സംരക്ഷണത്തിൻ്റെതായിട്ടുള്ള ചിന്ത, അതിൻ്റെതായിട്ടുള്ള ഒരു തുണ അത് നൽകുക എന്നുള്ളത് യേശു തന്റെ അനുയായികളുടെ ധർമ്മമായിട്ട് നോക്കിക്കാണുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇതുപോലെ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോ യേശു പ്രധാനമായിട്ടും ഉദ്ദേശിക്കുക ഒരു മാർഗദീപമായിട്ട് തീരണം. എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങള് സഹജീവികൾക്ക് മാർഗദീപവും മാതൃകയുമായിട്ട് ഭവിക്കാൻ ഇടവരണം. ഇങ്ങനെ നോക്കുമ്പോൾ യേശുവിന് തന്റെ അനുയായികളെ സംബന്ധിച്ച് വളരെ ഉയർന്ന ചിന്തയും വളരെ തെളിവാർന്ന പ്രതീക്ഷകളുമാണ് ഉണ്ടായിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ചിന്തയ്ക്കും പ്രതീക്ഷയ്ക്കും അനുസരിച്ച് നാം ജീവിക്കുമ്പോൾ യേശു തുടർന്ന് പറയുന്നു, ആ ജീവിതം തന്നെയാണ് സ്വർഗത്തിലുള്ള പിതാവിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്നത്.
ആ തരമുള്ള പ്രവർത്തനങ്ങള് യഥാർത്ഥത്തിൽ മനുഷ്യരുടെ ഇടയിൽ ഉപ്പിന്റേതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കുന്നവരും ചുറ്റുപാടുകളിൽ വെളിച്ചത്തിന്റേതായിട്ടുള്ള ദൗത്യം നിർവഹിക്കുന്നവരും നിങ്ങളാകുമ്പോ അതിനാൽ തന്നെ സ്വർഗത്തിലുള്ള പിതാവിന്റെ മഹത്വം നിങ്ങളിൽ കൂടെ അത് പ്രകാശിതമാക്കുകയാണ് എന്ന് യേശു തുടർന്ന് പറയുകയാണ്. അതാണ് ശരിയായിട്ടുള്ള ദൈവാരാധന എന്നാണ് യേശു പറയുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനേക്കാൾ അതീതമായിട്ടുള്ള ഒരു ദൈവാരാധനയില്ല. അനുഷ്ഠാനപ്രധാനമായിട്ടുള്ള ഭക്താഭ്യാസങ്ങളെക്കാൾ യേശുവിന്റെ മനസ്സിലുള്ള ദൈവാരാധന ജീവിതം കൊണ്ട് ഉപ്പായിട്ടും വെളിച്ചമായിട്ടും തീരാൻ സാധിക്കുന്ന ആ ജീവിത ശൈലിയാണ് ദൈവാരാധനയായിട്ട് തീരുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് നോക്കുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്നത്.